ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സോദാ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗപ്പീസ് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എല്ലാവരും ബ്രീഡിംഗ് കേജ് നമുക്ക് ഇതുപോലെ ചെയ്താൽ പോലും നമ്മൾ അകത്ത് നമ്മൾ എന്തായാലും ഇതുപോലത്തുള്ള പ്ലാന്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കും. ഈ പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രോബ്ലം, ഈ പ്ലാന്റ്സ് ഇടുന്നത് കൊണ്ട് തന്നെ പല മീനുകളും ചത്തുപോകുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് സെയിലിന്. പിന്നെ നമ്മളെ ഫിഷസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിപ്പോൾ ഫുൾ ഹാഫ് ഗോൾഡ് ആണ്. പിന്നെ നമ്മുടെ ഇവിടെ കാണുന്ന പലതരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ സെയിലിനുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളെല്ലാം കൊറിയർ അയക്കുന്നതാണ്. ഇതൊക്കെ എല്ലാം ഇൻഡോർ വാട്ടർ, നമ്മുടെ ഔട്ട്ഡോർ ആയിട്ട് ചെയ്യാൻ പറ്റിയ വാട്ടർ പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ പല വെറൈറ്റീസ് ആണ്. പിന്നെ നമ്മളതിൽ ഇപ്പം നമ്മുടെ ഫുൾ ഗോൾഡ് എത്തിയിട്ടുണ്ട്. ഫുൾ ഗോൾഡ് പക്ഷേ ഇപ്പോൾ സെയിലിനില്ല. നമ്മളടുത്ത് പുതിയ ബാച്ചസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 2-3 ബാച്ചസ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ എല്ലാത്തിനും നമുക്ക് സെറ്റ് ചെയ്തെടുത്താൽ മാത്രമേ അടുത്ത സെയിലിനുണ്ടാവും. പിന്നെ നമ്മുടെ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന കാര്യം ഞാൻ പറയട്ടെ. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഫിഷിൻ്റെ പോണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി ഉറപ്പായിട്ട് കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഈ പ്ലാന്റിൻ്റെ പേരാണ് നമ്മുടെ ഫോക്സ് ടെയിൽ. ഈ ഫോക്സ് ടെയിൽ നമ്മൾ ചെയ്യുമ്പോൾ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോക്സ് ടെയിൽ നമ്മുടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലത്തുള്ള ഒച്ച എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ ഗപ്പി വളർത്തുന്നവർക്ക് ഇതുപോലത്തുള്ള ഒച്ച ഇതിൽ കയറിയിരിക്കുകയും രാത്രി സമയത്ത് നമ്മുടെ ഫിഷിനെ അത് ആക്രമിച്ച് കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പം ഈ ഒച്ച നിറയുന്ന അനുസരിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ രാത്രിൻ്റെ ഇടയ്ക്കിരിക്കുമ്പോൾ ഇത് ഒരുമിച്ച് വന്ന് അറ്റാക്ക് ചെയ്ത് കുറേ എണ്ണത്തിന് അങ്ങ് കൊല്ലും. അത് പലർക്കും അറിയാമെന്നുള്ള കാര്യമായിരിക്കും. പിന്നെ മറ്റൊരു പ്രോബ്ലം ഇപ്പോൾ കണ്ടുവരുന്നതാണ്, നമ്മൾ അത്യാവശ്യം വീടിന് കുറച്ച് വെയിൽ സമയമായിട്ടുണ്ട്. സോ ഇതുപോലത്തെ ഒരു ആൽഗെ, സ്പൈറലിലെ ആൽഗെ നമ്മുടെ ഇതുമായിട്ടങ്ങ് കോട്ടാവും. മീൻസ് നമ്മുടെ ഈ പ്ലാന്റുമായിട്ട്, നമ്മുടെ ഫോക്സ് ടെയിൽ പ്ലാന്റുമായിട്ട് കണ്ടോ ഇങ്ങനെ ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രൗഡായിട്ട് ഇങ്ങനെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി അങ്ങ് സ്റ്റക്കാവും. ഫിഷ് സ്റ്റക്കായി കഴിഞ്ഞാൽ മെയിൻ പ്രോബ്ലം, ഇതിൻ്റെ അകത്ത് ഇതിനെ ആക്രമിക്കാൻ വേണ്ടി നമ്മുടെ തുമ്പിയുടെ ലാർവ ഉണ്ടാവും. തുമ്പിയുടെ ലാർവയെ പോലത്തുള്ള കുഞ്ഞ് ലാർവേസിനോ അല്ലെങ്കിൽ നമ്മുടെ സ്നെയിൽസിനോ ഒക്കെ പെട്ടെന്ന് നമ്മുടെ ഗപ്പീസിനെ കയറി അറ്റാക്ക് ചെയ്യാനുള്ളൊരു വഴിയായിട്ട് മാറും. സോ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് 7 ദിവസത്തിലൊരിക്കൽ ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം ഇതുപോലത്തെ എന്തെങ്കിലും ട്യൂബ് വെച്ച് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് വീണ്ടും അതെന്തൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലെ നമ്മൾ എടുത്ത് കളയുമ്പോൾ ഇതിലൊന്നും വേണ്ട, ഈ സ്നെയിൽസിൻ്റെ എഗ്ഗോ അതുപോലെ സ്നെയിൽസ് ഉള്ളത് മാക്സിമം സ്നെയിൽസിനെ ഇതിലും നമ്മൾ കളക്ട് ചെയ്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കൈവച്ചെടുത്ത് കളയുക ഒരു പരിധി വരെ നമുക്ക് നടക്കാത്ത പരിപാടിയാണ്. സോ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എടുത്ത് കളഞ്ഞാൽ മാക്സിമം നമുക്കിതിനെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗപ്പീസിനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ അല്ലാതെ രക്ഷപ്പെടുത്തി എടുക്കാനും പറ്റും. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു കുറഞ്ഞത് 10 എണ്ണമെങ്കിലും പോകും. 10 എണ്ണം പൊക്കിട്ടിയാൽ മടിയില്ല. നമുക്ക് കിട്ടാനുള്ള ഏകദേശം ഒരു 10 പേർ പൊക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഒരു 500 രൂപ അടുപ്പിച്ച് പൊക്കിട്ടില്ല. അപ്പോൾ സോ അതുകൊണ്ട് നിങ്ങളതൊന്ന് സൂക്ഷിക്കുക. ഇങ്ങനെ കിടക്കുന്ന ഈ ജസ്റ്റ് ഇങ്ങനെ കൈവച്ച് ജസ്റ്റ് ഒന്ന് ഇത് എടുത്ത് കളയുക. ഇത് വല്ലപ്പോഴും നിങ്ങളൊന്ന് നോക്കി ആദ്യമേ ഒന്ന് ട്രൈ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് നല്ല രീതിയിൽ വ്യാപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് അറ്റാക്കിന് ചാൻസ് ഉണ്ട് ഇതിങ്ങനെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് അത് സൂക്ഷിക്കുക. കണ്ടോ, ഇങ്ങനെ എടുത്ത് കളയുക. പിന്നെ ഇത് ഉണ്ടാവാനുള്ള മെയിൻ കാരണം നമ്മൾ അഴുക്ക് കറക്റ്റ് സമയത്ത് വാട്ടർ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഉള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇതുപോലെ ഇത് നിറയും. കാരണം വെള്ളത്തിൽ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ആൽഗയെ ഫോം ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെള്ളത്തിൽ ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഒരു 7 ഡേയ്സിൽ തന്നെ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒരു ബെറ്ററായിട്ട് നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റിയത്. നമ്മൾ കണ്ട ഞാൻ പ്ലാന്റ്സിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അവിടെ നിന്ന്. ഇനി ഇവിടെയുള്ള ഇത്രയും ജസ്റ്റ് ഞാനിപ്പോൾ നമ്മുടെ ക്ലീനർ വെച്ച് ക്ലീനാക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം സൂക്ഷിക്കുക. ഇത്രയും സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് പ്ലാന്റും നമ്മുടെ ഫിഷും കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് വൃത്തിയാക്കി മാറ്റിയെടുത്തുമ്പോൾ തന്നെ കൊള്ളാം. ഇതിലിനി ഇടയ്ക്ക് ഇവിടെയൊക്കെ കുറച്ചിരിക്കും. അതിന് ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഇൻഫെക്റ്റഡ് പാർട്ടിനെ അങ്ങ് റിമൂവ് ചെയ്യുക. ഇതൊരു ഇൻഫെക്ഷൻ പോലെയാണ്. ഈ ആൽഗെ സ്പൈറലിൽ ആൽഗെ നിറച്ചു വന്നു കഴിഞ്ഞാൽ ഫിഷും ഡെഡ് ആവും. അതുപോലെ നമ്മുടെ ഈ സ്നെയിൽസിന് ഓവർ ഗ്രോത്തിനുള്ളൊരു ചാൻസ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. നമുക്ക് ഫിഷിനെ കെയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ ആൽഗെ വാട്ടറിൽ നിങ്ങൾ ഫിഷ് വളർത്തിയെടുത്താൽ പെട്ടെന്ന് വളരും കേട്ടോ. ആ ഒരു ഐഡിയയും കൂടെ നമുക്ക് വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം സൂക്ഷിച്ചോളുക, അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് കുറേ ചത്തുപോകും. പിന്നെ ചത്ത് പോയിട്ട് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. സോ അതുകൊണ്ടൊരു മിനിമം ഒരു 7 ദിവസം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നവരാണെങ്കിൽ, നല്ല രീതിയിലല്ല നിങ്ങൾ വളർത്തുന്നവരാണെങ്കിൽ അതൊന്നും ചെയ്യുക. കാരണം നമുക്ക് എല്ലാ മീനും ചത്ത് പോയിട്ട് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. 7 ദിവസത്തിലൊരിക്കൽ, നമുക്ക് ഒരാഴ്ചയിൽ ഒരിക്കൽ നമ്മളെ മീനിനെ നോക്കി ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി സമയം കിട്ടില്ല. എന്ന് ഫീഡ് കൊടുക്കുന്ന ആളല്ലേ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാൻ സമയം ഉറപ്പായിട്ട് കിട്ടും. അതൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗപ്പിയായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. നമ്മൾ കമൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഒരു വീക്കിലോ 2 വീക്കിനകത്ത് നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ നമ്പർ 98 0 98 0 68 74. നമ്മളെ കയ്യിൽ സാധനം മേടിക്കണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബൈ ബൈ.